കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി നാടിനെ മുൾമുനയിൽ നിർത്തിയ കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം കേരള പോലീസ് പിടികൂടി. കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതി. നിർണായകമായത് നാട്ടുകാർ നൽകിയ വിവരമാണ്. ജയിൽ ചാട്ട വാർത്ത രാവിലെ 7:24 ആദ്യം ലോകത്തെ അറിയിച്ചത് കൈരളി ന്യൂസ്. തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണം, അതിൽ പോലീസിന്റെയും നാട്ടുകാരുടെയും ഇടപെടൽ, അങ്ങനെ മണിക്കൂറുകൾക്കകം കൊടും കുറ്റവാളി പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു. ഈ വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ച എം സന്തോഷ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. കേരള പോലീസിന്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ച ദിവസമായിരുന്നു ഇന്ന്. കൊടും കുറ്റവാളിയായ സൗമ്യ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി തടവ് ചാടി മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചെ 4:15 കൂടിയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടിയത്. ഈ വിവരം പോലീസിന് ഏതാണ്ട് 6:30 കൂടിയാണ് ജയിൽ ചാടിയ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസിന് വിവരം ലഭിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ പഴുതടച്ച അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം ആദ്യം ലോകത്തെ അറിയിക്കുന്നത് കൈരളി ന്യൂസാണ്. രാവിലെ 7:23 കൈരളി ന്യൂസിലാണ് ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത ആദ്യം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം പിന്നീട് ഉദ്യോഗഭരിതമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയായിരുന്നു കടന്നുപോയത്. പോലീസ് അതിന്റെ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കണ്ണൂർ ഈ സെൻട്രൽ ജയിലിൽ ഈ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒട്ടും വൈകാതെ എത്തി. മാത്രമല്ല, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകുകയും ഈ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം തന്നെ വ്യാപകമായ പരിശോധന ആരംഭിച്ചു, വാഹന പരിശോധന ആരംഭിച്ചു. അതിനിടെ ഏതാണ്ട് 9 മണിയോടുകൂടി പോലീസിന് അതിനിർണായകമായിട്ടുള്ള ഒരു തെളിവ്, ഈ ദൃക്സാക്ഷികൾ ഈ ഗോവിന്ദച്ചാമിയെ തളാപ്പിൽ വെച്ച് കണ്ടു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. പോലീസിന് ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവിടെയുള്ള CCTV ദൃശ്യം കൂടി ലഭിക്കുകയാണ്. ഗോവിന്ദച്ചാമി നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യം തളാപ്പിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും പോലീസിന് ലഭിക്കുന്നു. ഈ ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞ 2 പേർ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചുകൊണ്ട് പിടിക്കാനാഞ്ഞപ്പോൾ അവിടെ നിന്നും ഓടി ഒരു കാട്ടിലേക്ക്, അവിടെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്തേക്ക് ഒരു മതിൽ ചാടി ഗോവിന്ദച്ചാമി ഓടി മറയുകയായിരുന്നു. അവിടെയുള്ള ആളുകളും ഈ കാട് വെട്ടിത്തെളിക്കുന്ന ഒരു സ്ത്രീയും അവിടെ നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ കൂടി ആ സമയത്ത് ഗോവിന്ദച്ചാമിയെ കണ്ടിരുന്നു. പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ളത് പഴുതടച്ച തിരച്ചിലായിരുന്നു. ആ തളാപ്പ് ഏരിയ മുഴുവൻ പോലീസ് വല വിരിച്ച് എല്ലാ വീടുകളിലും പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളും എല്ലാം തന്നെ പോലീസ് അരിച്ചുപെറുക്കി പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് തളാപ്പിലെ ഒരു വീട്ടിൻ്റെ കിണറ്റിൽ ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നത്. ആദ്യം ഗോവിന്ദച്ചാമി ആ വീട്ടിലാണ് ഒളിച്ചത്. പിന്നീട് പോലീസ് എത്തുന്നതറിഞ്ഞ് കിണറ്റിൽ ചാടി അവിടെ ഒളിക്കുകയായിരുന്നു. അവിടെ നിന്നും പോലീസ് ഈ ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കുകയും കണ്ണൂരിലെ പോലീസ് ട്രെയിനിങ് സെൻ്ററിലെത്തി ആദ്യഘട്ടം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ അവിടെ നിന്നും ഇയാളെ പോലീസ് പിടികൂടുന്ന സമയത്തും പിന്നീട് ഈ പോലീസിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന സമയത്തുമെല്ലാം വലിയ പരാക്രമം ഗോവിന്ദച്ചാമി കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. പോലീസുകാരുടെ മുഖത്തെല്ലാം തന്നെ പരിക്കേറ്റതിൻ്റെ ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പോലീസ് ട്രെയിനിങ് സെൻ്ററിലാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെയും ACP പ്രദീപൻ കണ്ണിപ്പോയിലിൻ്റെയും കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് യുടെയും നേതൃത്വത്തിലാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. അതിനുശേഷം പിന്നീട് പോലീസ് ട്രെയിനിങ് സെന്ററിൽ നിന്നും ഗോവിന്ദച്ചാമിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. അവിടെയും വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. പുറത്തിറങ്ങുന്ന സമയത്ത് ഗോവിന്ദച്ചാമിക്കെതിരെ പ്രതിഷേധവും ഉണ്ടായി. അവിടെ നിന്നും അതീവ സുരക്ഷയിൽ ഗോവിന്ദച്ചാമിയെ പോലീസ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ ഇന്ററോഗേഷൻ റൂമിൽ വെച്ച് 2ാം ഘട്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്നും കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലെത്തിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത ജയിൽ ചാട്ട കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നത്. അവിടെ ജയിലിനകത്ത് എങ്ങനെയാണ് സെല്ല് നിന്ന് രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് മതിൽ ചാടി കടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗോവിന്ദച്ചാമി കൃത്യമായി തന്നെ പോലീസിന് കാണിച്ചു കൊടുത്തു. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യലിൽ ഈ ജയിൽ ചാടാൻ ഉണ്ടായിട്ടുള്ള ആസൂത്രണവും അതിൻ്റെ മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ ഗോവിന്ദച്ചാമി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട ആലോചനയാണ് ഈ ജയിൽ ചാടാനുള്ള തീരുമാനം. ഏതാണ്ട് 1.5 മാസം മുമ്പ് ഇതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഇതിന്റെ ഭാഗമായി തന്നെ ശരീരഭാരം കുറക്കുന്നതിനായി ഭക്ഷണം കുറച്ചു. മാത്രമല്ല, താടി നീട്ടി വളർത്തി ഷേവ് ചെയ്താൽ
അലർജി ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് താടി നീട്ടി വളർത്തുന്നു, മറ്റ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നു, ഈ ജയിലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റുന്നതിനായിട്ടുള്ള ഹാക്സോ ബ്ലേഡ് ഉൾപ്പെടെ ശേഖരിക്കുന്നു, വസ്ത്രങ്ങൾ ശേഖരിക്കുന്നു, ജയിൽ ചാട്ടത്തിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നു. അങ്ങനെ എല്ലാം സ്വന്തമായി ശേഖരിച്ച് ആസൂത്രണം നടത്തിയതാണ്. ആരുടെയും സഹായം ഉണ്ടായിട്ടില്ല എന്നാണ് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷം ഈ ഏതായാലും ഗോവിന്ദച്ചാമിയുടെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കിയതിന് ശേഷമാണ് കണ്ണൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഗോവിന്ദച്ചാമിയെ ഹാജരാക്കുന്നത്. കോടതി ഗോവിന്ദച്ചാമിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ണൂർ ജയിലിൽ അടച്ചു. ഏതായാലും ജയിൽ വകുപ്പ് ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കൃത്യമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഒരുപക്ഷെ നാളെ തന്നെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളം മുഴുവൻ ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയായിരുന്നു കടന്നുപോയത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊടും കുറ്റവാളി ജയിൽ ചാടി എന്നുള്ള വാർത്ത ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളം കേട്ടത്. അതിന് പിന്നാലെ പോലീസ് ഈ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ഏതായാലും കേരള പോലീസിന്റെ അന്വേഷണ മികവിലൂടെ തന്നെ ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടാൻ പോലീസിന് സാധിച്ചതും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ഏതായാലും ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദച്ചാമിയെ മണിക്കൂറിനകം തന്നെ ജയിലിനകത്താക്കാൻ പോലീസിന് സാധിച്ചു. അതേസമയം തന്നെ ഇതിലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൂടി പരിശോധിക്കുന്നുണ്ട്. അവിടെ തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അത് സംബന്ധിച്ച് അന്വേഷണം ജയിൽ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 4 ജയിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് കൂടുതൽ കാര്യങ്ങൾ ജയിൽ വകുപ്പ് അന്വേഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജയിൽ ചാട്ടത്തിന് തൊട്ട് പിന്നാലെ തന്നെ നൽകിയിരുന്നു. ഏതായാലും ആ ഗൗരവത്തിൽ തന്നെയാണ് പോലീസും ഉണർന്ന് പ്രവർത്തിച്ചത്. ഏതായാലും ജയിൽ വകുപ്പും ആ രീതിയിലുള്ള അന്വേഷണം നടത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ കടന്നുപോയ ഈ ദിവസം കേരള പോലീസ് അഭിമാനകരമായ മറ്റൊരു നേട്ടം കൂടി അവരുടെ അന്വേഷണ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അസിത.